ഇന്ത്യയുടെ അധികാരം ഏറ്റെടുത്ത നെഹ്റു ആദ്യം ചെയ്ത പണി രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളും, അന്നുണ്ടായിരുന്ന സംസ്ഥാനങ്ങളുടെ മുഴുവൻ മുഖ്യമന്ത്രിമാർക്കും എഴുതി, നിങ്ങൾ മുസ്ലിങ്ങളെ പ്രത്യേകം ഒറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് പ്രവർത്തിക്കരുത്. രാജ്യത്തെ ന്യൂനപക്ഷ സമൂഹങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ കൊടുക്കുന്നുണ്ടെന്ന ബോധ്യം അവർക്കുണ്ടായിട്ടില്ല എന്ന് വന്നാൽ അത് അപകടകരമായ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയായി കാണുന്നു. അതുകൊണ്ട് രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നീതി നടപ്പിലാക്കലായിരിക്കണം എന്ന് പണ്ഡിറ്റ് ജവഹർലാൽ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടായിരിക്കാം ഇന്ത്യയുടെ പുതിയ രാഷ്ട്രീയ കാലാവസ്ഥയിൽ നെഹ്റുവിനാണ് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത്. ആ നെഹ്റുവിന്റെ പൗത്രനുമാണ് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത്. ആ നെഹ്റുവിന്റെ പേരക്കുട്ടിയെ ഇന്ത്യയിലെമ്പാടും നടന്ന് ഇത് അപകടമാണ് എന്ന് വിളിച്ചു പറയുമ്പോൾ ഒരു ഒറ്റപ്പെട്ട മനുഷ്യന്റെ നെഞ്ചടിച്ചുള്ള നിലവിളി ഒച്ചയല്ലാത്ത ഒന്നും ഇന്ത്യയുടെ അന്തരീക്ഷത്തെ നമുക്ക് കേൾക്കാതെ പോകേണ്ടി വരുന്നത്. നമ്മളത് കേവലം ഒരു രാഷ്ട്രീയമായി മാത്രമല്ല കാണുന്നത്, ഒരു ജനതയ്ക്ക് ഇനിയും ജീവിക്കാൻ സാധിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് രാഷ്ട്രീയം പകപോക്കലിനേതാകരുത്, രാഷ്ട്രീയം അധർമ്മത്തിന്റെ കുടപിടിക്കാനുള്ളതാവരുത്, രാഷ്ട്രീയം മനുഷ്യന്റെ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാകണം. അപ്പോഴാണ് ഒരിക്കൽ ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചത്, ആരാണ് നബിയെ അള്ളാഹുവിനെ ഏറെ ഇഷ്ടപ്പെട്ടയാൾ? റസൂൽ തിരിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്, അൻഫഉന്നാസി ഇലൈഹിം, ജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനം ആരാണോ ചെയ്തു കൊടുത്തത് അവനാണ്. എന്നിട്ട് ഇങ്ങനെയും കൂടി പറഞ്ഞു, ഞാൻ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ പ്രശ്നം പരിഹരിക്കാൻ ഈ മസ്ജിദുൻ നബവി ഇരിക്കുന്നതിനേക്കാളും ഏറെ ഇഷ്ടപ്പെടുന്നത് അവന്റെ കടം, അവന്റെ ജീവിത പ്രശ്നം, അവന്റെ മനോപ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവന്റെ പിന്നാലെ നടക്കലാണ് എന്റെ ഇഷ്ടം എന്ന് കൂടി പറഞ്ഞു മുഹമ്മദ് മുസ്തഫ.